പാകിസ്ഥാനെ സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും ചൈനയും. ചൈന പരോക്ഷമായി പ്രത്യക്ഷമായി രംഗത്തെത്തില്ലെങ്കിലും പരോക്ഷമായി ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പക്ഷേ തുർക്കി പരോക്ഷമായി തന്നെ സഹായിക്കുന്നുണ്ട് പാകിസ്ഥാനെ എന്നുള്ളതാണ്. ഇപ്പോ വരുന്ന കുറെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ കൊടുത്ത പണം എടുത്താണ് തുർക്കി ആയുധങ്ങളൊക്കെ വാങ്ങി പാകിസ്ഥാന് നൽകുന്നത്. അതായത് ഇന്ത്യയുടെ പണം കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ വാസ്തവം? അതിനെ തെറ്റു പറയാൻ പറ്റുന്നത് കാരണം തുർക്കിയിൽ ഒരു വലിയ മഴ കെടുതി, വലിയ പ്രകൃതി ദുരന്തം ഒക്കെ ഉണ്ടായപ്പോൾ വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായി, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷേ തുർക്കി എന്ന് പറയുന്നത് അത്ര മോശം രാജ്യമൊന്നുമല്ല. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ മുസ്ലിം രാജ്യമാണ്. അവർ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുകയാണ്. പക്ഷേ ഒരു ഭൂകമ്പമോ പ്രകൃതിക്ഷോഭമോ ഒന്നും ഉണ്ടായാൽ അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ പെട്ടെന്ന് കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന തുർക്കിക്ക് പല രാജ്യങ്ങളും സഹായം ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുർക്കിയിൽ ഈ ഭരണകൂടം, അതായത് എർദോഗൻ ഭരണകൂടം എല്ലായ്പ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. കാരണം അവർക്ക് യുദ്ധത്തോട് വലിയ താല്പര്യമുണ്ട്. യുദ്ധമുണ്ടാകട്ടെ ലോകത്തെന്ന നിലപാടാണ്. അപ്പോൾ ആകെപ്പാടെ ഈ പാകിസ്ഥാനെ യുദ്ധത്തിൽ സഹായിച്ച രണ്ട് രാജ്യങ്ങളിലൊന്ന് ചൈനയും മറ്റൊന്ന് തുർക്കിയുമാണ്. തുർക്കിയിൽ നിന്ന് ആദ്യം ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിൽ പറന്നിറങ്ങി. അന്ന് നമ്മൾ അതിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചരക്ക് വിമാനത്തിന് ഇന്ധനം തീർന്നുകൊണ്ട് പാകിസ്ഥാനിൽ ഇന്ധനം നിറയ്ക്കാൻ നിർത്തിയതാണ്. ഇതിനുശേഷം ഒരു ചരക്ക് കപ്പൽ അത് പാകിസ്ഥാൻ തുറമുഖത്ത് വന്നു. അത് നിറയെ ആയുധങ്ങളായിരുന്നു. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 300-400 ഡ്രോണുകൾ പാകിസ്ഥാൻ നമുക്കെതിരെ അയച്ചു. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഏറിയ പങ്കും പാകിസ്ഥാന് ഈ പറയുന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യം നൽകിയതായിരുന്നു. അപ്പോൾ ചൈന അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ നൽകുന്നു. അതുപോലെ തുർക്കി ഇവരുടെ ആയുധങ്ങൾ നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ നൽകിയ പണം ഉപയോഗിച്ച് തുർക്കി പാകിസ്ഥാന് വേണ്ടി ആയുധങ്ങൾ നൽകുന്നു. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് പണം നൽകിയത്? അതായത് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ പറയുന്നു, ഞങ്ങൾ 10 കോടി രൂപ തുർക്കിക്ക് നൽകുമെന്ന്. തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ എത്രയോ വലിയ സമ്പന്നമായ രാജ്യമാണ്. അവർ നമ്മളടുത്ത് സഹായം ചോദിച്ചിട്ടില്ല. എന്നിട്ടും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളം നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന തുർക്കിയെ സഹായിക്കാൻ പോകുന്നു. നമ്മളോട് ചോദിച്ചോ? അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചോ? ഒന്നുമില്ല. ഒരു ഭരണകൂടം അങ്ങ് തീരുമാനിക്കുകയാണ് തുർക്കിക്ക് നമ്മൾ സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പോൾ നമ്മളുടെ നികുതി പണം എടുത്ത് നമ്മളുടെ ശത്രുരാജ്യത്തിന് നൽകി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് അവർ ആ പണം മേടിച്ച് കാണും, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയെന്നുള്ളതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. എന്തിനാണ് നമ്മൾ തുർക്കിയെ സഹായിക്കാൻ പോയത്? അപ്പോൾ നമ്മളുമായിട്ട് നല്ല നിലപാട് സ്വീകരിക്കാത്ത ഒരു രാജ്യത്തിനോട് നമ്മളുടെ സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഒരു ഗവൺമെൻറ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഡ്രോണുകളൊക്കെ വൻതോതിൽ പാകിസ്ഥാൻ ലഭിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ ചൈന നൽകിയ ആയുധങ്ങൾ, ഇത് പരോക്ഷമായിട്ട് മാത്രമേ ചൈന സമ്മതിക്കുന്നുള്ളൂ. പക്ഷേ തുർക്കി അങ്ങനെയല്ല. എർദോഗനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ഉണ്ടായിക്കോട്ടെ, ലോകത്ത് ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകണം, ഇത് എർദോഗൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം പോലെയൊന്നുമല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യൻ മേഖലയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് പതുക്കെ പശ്ചിമേഷ്യയിലേക്ക് പടർന്നു പിടിക്കുകയും അത് മധ്യേഷ്യയിൽ ഉൾപ്പെടെയുള്ള വലിയ കലാപങ്ങൾക്കിടയാക്കുകയും അതിൻ്റെ ഇടയിലൂടെ മീൻ പിടിക്കാൻ കഴിയും. ഇതാണ് എർദോഗൻ്റെ ചിന്ത. അങ്ങനെയാണ് എർദോഗൻ പാകിസ്ഥാന് ഈ സഹായം നൽകിയത്. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഈ തുർക്കിക്ക് കൊടുത്തത്? അവർ വലിയ സമ്പന്ന രാജ്യമാണ്. ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും അധികം പണമുള്ളത്, ഏറ്റവും അധികം ആയുധങ്ങളുള്ളത്. അപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വരുമാന സ്രോതസ് തന്നെ ആയുധ വിൽപ്പനയാണ്. അതിൽ അവരുണ്ടാക്കുന്ന ഡ്രോണുകൾ മികച്ച നിലവാരം പുലർത്തുന്ന ലോകത്തിലെ പല രാജ്യങ്ങളും അത് വാങ്ങുന്നുണ്ട്. ഈ തുർക്കിയെ പ്രതിരോധിക്കാൻ വേണ്ടി പോലും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ചില രാജ്യങ്ങൾ വരുന്നു. അപ്പോഴാണ് അവരെ നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സഹായിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്ത രണ്ട് രാജ്യം ചൈനയും ഈ തുർക്കിയുമാണ്. അപ്പോൾ തുർക്കി നമ്മളുടെ പണം മേടിച്ചിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി നമ്മളെ ആക്രമിക്കാനായിട്ട് ആയുധങ്ങൾ കൊടുത്തു. ഇതല്ലേ സംഭവിച്ചത്? അതെ, തീർച്ചയായിട്ടും. ഈ ദുരിതം പിടിച്ചു കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. ഈ രാജ്യങ്ങളെ ഒന്നും സഹായിക്കാതെ പിണറായി വിജയൻ അനുകമ്പയും ഇതും തോന്നി എടുത്തു കൊടുത്തത് പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ പാർട്ടി ഫണ്ടിൽ നിന്നോ ബക്കറ്റ് പിരിവ് നടത്തിയ പൈസയോ അല്ല. പിണറായി വിജയൻ കൊടുത്തത് ജനങ്ങളുടെ നികുതിപ്പണം ബജറ്റിൽ വകവരുത്തിക്കൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം എടുത്താണ് തുർക്കിക്ക് കൊടുത്തത്. തുർക്കിക്ക് 10 കോടി രൂപയാണ് കൊടുത്തത്. അത് തുർക്കി വാങ്ങിയതിന് നന്ദി അറിയിക്കുകയോ തുർക്കി വാങ്ങിയെന്നുള്ളതിന് തെളിവോ നമുക്ക് വന്നിട്ടില്ല. ഇനി പിണറായി വിജയന് സ്പെഷ്യലായിട്ട് വല്ല മെയിലും തുർക്കി അയച്ചോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. എന്തായാലും പിണറായി വിജയൻ അത് പുറത്തു വിട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ പിണറായി വിജയൻ എന്തിനാണ് ഇത്ര വലിയ സഹായം തുർക്കിക്ക് നൽകിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനെന്തായാലും പിണറായി വിജയൻ മറുപടി പറഞ്ഞു പറ്റി. സുനിജ് പറയുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രം കൂടിയാണ് തുർക്കി. ആ തുർക്കിക്ക് ഒരു ഭൂകമ്പം വന്നാൽ തുർക്കിയെ അല്ലെങ്കിൽ ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഉള്ള കഴിവ് അവർക്കുണ്ട്. സാമ്പത്തികമായി അവർക്ക് എല്ലാ കഴിവുകളുമുണ്ട്.
എന്നിട്ടും നമ്മുടെ ബജറ്റിൽ എന്തിനാണ് തുർക്കിക്ക് 10 കോടി രൂപ മാറ്റി വെച്ചത് എന്നുള്ളത് ഈ ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പറയണം. അതിന്റെ രാഷ്ട്രീയ തന്ത്രം എന്താണ് പിണറായി വിജയൻ അതിലൂടെ ഉദ്ദേശിച്ചത്? നമ്മുടെ പണം എടുത്ത് നമ്മുടെ രാജ്യത്തിന് നേരെ തന്നെ ശത്രുക്കൾക്ക് ആയുധം നൽകി നമ്മളെ തന്നെ ഉപദ്രവിക്കാൻ തുർക്കി തുനിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം തന്നെ പണം കൊടുത്ത് തുർക്കിയെ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പിണറായി സർക്കാർ തന്നെയാണ്. ഈ മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം ശരിക്കും പറയാം സൗദി അറേബ്യക്കാണെന്നാണ് വെപ്പ്. കാരണം അവിടെ ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്, പുണ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തുർക്കിയെ സംബന്ധിച്ച് പണ്ട് കാലം മുതൽ തന്നെ ഈ ലോക മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം തലപ്പത്ത് ഞങ്ങളാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നീട് കാലക്രമേണ അതിനൊക്കെ ഇടിവരികയും ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ ഉണ്ടായതിനു ശേഷം ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഭരണാധികാരി തൊയ്ബ് എർദോഗൻ പറയുന്നത് നമുക്ക് വീണ്ടും ആ പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തെ തിരിച്ചു പിടിക്കാം, അതിനു വേണ്ടിയിട്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഏകോപനം വേണം, അതിൻ്റെ ഫറവോ ആയിട്ട് ഞാനിരിക്കാം, നിങ്ങൾ എന്നെ ഒന്ന് നിർബന്ധിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ഈ എർദോഗൻ വന്നത്. ലോക മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കേണ്ടതാണെന്നും മറ്റ് രാജ്യങ്ങളെ നമ്മൾ തകർക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3ാം ലോക മഹായുദ്ധത്തിനൊരു സാധ്യത തെളിയുവാണെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുകയും ഇരു രാജ്യങ്ങളും ആണവ ശക്തികളായതുകൊണ്ട് അത് ആണവ യുദ്ധമായി പരിണമിക്കുകയോ ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള യുദ്ധം അവിടെ ഒരിടത്ത് നടക്കുന്നുണ്ട്, അവിടെ ഇതുവരെ സമാധാനം പുലർന്നിട്ടില്ല. ഇപ്പുറത്ത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നമുണ്ട്, അവിടെയും ഇസ്രായേലിനെതിരായിട്ട് പലസ്തീൻ അനുകൂല ഹമാസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാം. അപ്പോൾ ഈ ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ് എർദോഗൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഒരു വിമാനം, ചരക്ക് വിമാനം, ഇതിൽ നിറയെ ആയുധങ്ങളായിരുന്നു ഇതുമായിട്ട് പാകിസ്ഥാനിൽ വന്നിറങ്ങുന്നത്. എന്നിട്ട് പറയുന്നു അവർക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി അവിടെ പാകിസ്ഥാനിലേക്ക് ഇറക്കിയെന്നും. പിന്നീട് ഒരു കപ്പൽ പുറപ്പെട്ടു. എന്തിനാണ് ഈ കപ്പൽ പെട്ടെന്ന് പുറപ്പെട്ടത്? അതിലും ആയുധങ്ങളാണ്. പക്ഷേ ചൈന ഇങ്ങനെ പരസ്യമായി ആയുധങ്ങളൊന്നും എത്തിച്ചു കൊടുത്തില്ല. പക്ഷേ എല്ലായ്പ്പോഴും ചൈന പാകിസ്ഥാൻ്റെ പ്രൊട്ടക്റ്റാണ്, അത് ലോകത്തിനെല്ലാം അറിയാം. പക്ഷേ എർദോഗൻ എന്ത് താല്പര്യമാണ്? എർദോഗൻ്റെ താല്പര്യം പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ലോകത്തിലെ മറ്റു മുസ്ലിം രാജ്യങ്ങളെല്ലാം എൻ്റെ പിന്നിലാണ് നിരക്കണം, നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ ഞാനുണ്ടെന്നും വരുത്തി തീർക്കാൻ ശ്രമം നടത്തി. അതുകൊണ്ടാണ് 300-400 ഡ്രോണുകൾ തുടർച്ചയായി ഒറ്റ ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. അത് മുഴുവൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. പക്ഷേ ഇത്രയും ഡ്രോണുകൾ എടുത്ത് അനാവശ്യമായി പാകിസ്ഥാൻ ഉപയോഗിക്കണമെങ്കിൽ അത് സൗജന്യമായി കിട്ടുന്നതാണ്. പണം കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം അവർ കാണിക്കില്ല. അപ്പോൾ ഈ പറയുന്ന തുർക്കിയെയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം സഹായിച്ചത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തുർക്കിക്ക് വലിയ സാമ്പത്തിക സഹായം നൽകുന്നു, അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല. കേരള സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അവിടുത്തെ ബജറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്ത പണം 10 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇത് തുർക്കിക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി അത് കൊടുത്തു എന്ന് വെച്ചു, ആ പൈസയും കൂടി ഉപയോഗിച്ചായിരിക്കില്ല അവർ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യമല്ലേ തുർക്കി, അവർക്ക് വെറുതെ കിട്ടുന്ന പണമല്ലേ. അവർക്ക് വെറുതെ കിട്ടും. അപ്പൊ അവരുടെ പൈസ അവരുടെ രാജ്യത്തിന്റെ വികസനത്തിനും ഇങ്ങനെ കിട്ടുന്ന പണം ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാം. അപ്പൊ മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആയുധം കൊണ്ട് പാകിസ്ഥാൻ കൊടുക്കുന്നു. ഈ പാകിസ്ഥാൻ ഈ ആയുധങ്ങൾ എടുത്ത് ഇന്ത്യക്ക് നേരെ പ്രതിയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളം പൈസ കൊടുത്ത് ആയുധം ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യക്ക് നേരെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രയോഗിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ ഇതിന് മറുപടി പറയണം. കാരണം വലിയ ആരോപണം സമൂഹ മാധ്യമങ്ങൾ ഉണ്ടാവുകയല്ലേ, എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പണം കൊടുത്തത്? അപ്പോൾ ഇത്തരത്തിലുള്ള തുർക്കിക്കെതിരായ നിലപാടുകൾ ശക്തമായി വരുന്നുണ്ട്. കാരണം ഈ ആയുധങ്ങൾ കൊടുത്തതിൽ ഏറിയ പങ്കും തുർക്കിയാണെന്ന് ഏതാണ്ട് വ്യക്തമായി. കാരണം അവരുടെ ആവശ്യം എപ്പോഴും ലോകത്ത് യുദ്ധമുണ്ടാകണം, യുദ്ധമുണ്ടായെങ്കിൽ മാത്രമേ ഇവർക്ക് ഇടപെടാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുർക്കിക്കുള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ എർദോഗന് നേരിടാൻ കഴിയില്ല. കാരണം അവിടുത്തെ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചാൽ അത് വലിയൊരു കലാപമായി മാറുകയും രാജ്യം തന്നെ പിളരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ട് സമാധാന ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ റഷ്യയുടെയൊക്കെ ഒരു സഹായം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ഇപ്പോൾ എതിർത്ത് നിൽക്കുമോ ഒപ്പം നിൽക്കുമോ എന്ന് അവർക്കറിയില്ല. എന്തായാലും ഇന്ത്യയെ അങ്ങ് തകർത്ത് കളയാം, പാകിസ്ഥാനെ ഞങ്ങൾ കൂടെ നിൽക്കുക. അപ്പോൾ പാകിസ്ഥാനെ സഹായിച്ചാൽ സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കുമെന്ന് കരുതുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ലിങ്ക് തുർക്കിക്ക് കിട്ടുമായിരുന്നു. ഇതായിരുന്നു തുർക്കിയുടെ ഉദ്ദേശം. പക്ഷേ യുദ്ധം തുടങ്ങിയ ആദ്യ സമയത്ത് തന്നെ കൃത്യമായിട്ട് അറബ് രാജ്യങ്ങൾ നിലപാടെടുത്തു, ഞങ്ങൾ പാകിസ്ഥാനെ അംഗീകരിക്കുന്നില്ല. അവർ പഹൽഗാമിൽ നടത്തിയത് ഭീകരാക്രമണമാണ്, ഭീകരവാദമാണ്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് ലീഗ് നടന്നു. അപ്പോൾ ഇവർ പതുക്കെ പറഞ്ഞു ഞങ്ങൾ ഇനി UAE-യിലേക്ക് ഈ ക്രിക്കറ്റ് ലീഗ് നടത്താം. UAE പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ട, നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് എല്ലാ മേഖലയിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുർക്കി ഇടയിലൂടെ ഒരു കളി കളിക്കാൻ നടക്കിയത്. ഇതേ ശ്രമമാണ് ചൈനയെ നടത്തിയത്. കാരണം ചൈനയാണ് യുദ്ധം ഒന്ന് നിർത്ത്, പ്രശ്നം ഒന്ന് തീർക്കുന്നൊക്കെ പറഞ്ഞു. കാരണം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു, അവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ജനങ്ങൾക്ക്
കലാപവുമായിട്ട് വരുന്നു. അങ്ങനെ കലാപം വന്നാൽ ചൈന വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. അവിടെ വലിയ നിക്ഷേപം നടത്തുന്നു, പാലങ്ങൾ നിർമ്മിക്കുന്നു, റോഡ് നിർമ്മിക്കുന്നു. അവരുടെ സ്വാർത്ഥ താല്പര്യത്തോടെയുള്ള ചില ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈനയും ഈ യുദ്ധം നിർത്തണമെന്നുള്ള ആവശ്യവുമായിട്ട് രംഗത്ത് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ തുർക്കിയുടെ ഈ നിലപാടിനെ തള്ളിക്കളയുക, തുർക്കിയുടെ നിലപാടിനെ വലിച്ചു തോട്ടിലെറിയുക എന്നുള്ള നിലപാടാണ് ഇനി ലോകരാജ്യങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്തിന് പണം കൊടുത്തു എന്നതിനുള്ള മറുപടി ഇനി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ മറുപടി ഔദ്യോഗികമായി വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.